നമസ്കാരം. ഗുരുവായൂർ റിവോട്ടേഴ്സ് ഓൺലൈനിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിത രാജകുമാർ, ഗുരുവായൂർ സ്വദേശിയാണ്. ഇന്ന് നാരായണീയത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നാരായണീയത്തിൻ്റെ ശ്ലോകം ചൊല്ലണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്ക് സാധിക്കുമെന്ന് തോന്നണില്ല. നാരായണീയത്തിൻ്റെ വളരെയധികം അറിവുള്ള ആളുകളായിരിക്കും എൻ്റെ പ്രേക്ഷകരെ കുറിച്ച്. അപ്പം അവർക്കിഷ്ടമാണെങ്കിൽ ചൊല്ലിയാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാൻ ശ്ലോകം ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ നാരായണീയമായതുകൊണ്ട് നമുക്ക് നാരായണീയത്തിനെ ഒരു നിമിഷം അനുസ്മരിക്കാം. അതുപോലെ തന്നെ നാരായണീയത്തിലെ ഒന്നാമത്തെ ദശകം 8ാമത്തെ ശ്ലോകം നമ്രാണാം സന്നിധത്തിൽ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ആ ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ പറയാം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത് നമസ്കരിക്കുന്നവരുടെ മുൻപിൽ എല്ലാം നൽകുന്ന പ്രത്യക്ഷത്തിനെ പോലെ എല്ലാം നൽകുന്ന ഭഗവാനിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയും. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് അനവധി ആവശ്യങ്ങളുണ്ടായിട്ടില്ലേ. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പോയിട്ട് എൻ്റെ മകനെ ജോലി കിട്ടണേ, മകളുടെ വിവാഹം നടക്കണേ, അല്ലെങ്കിൽ നമ്മൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മാർക്ക് കിട്ടണമെന്നും, കുറച്ച് കഴിഞ്ഞാൽ വിവാഹാദി കാര്യങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ ഭർത്തൃഗൃഹത്തിൻ്റെ അന്തരീക്ഷം നന്നാവണേ, അന്തരീക്ഷം നന്നാവണേ, അതല്ലെങ്കിൽ വിവാഹിതരല്ലെങ്കിൽ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിക്കണം. അങ്ങനെ അനവധി ആവശ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെല്ലാറുള്ളത്. ഭഗവാനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ കയ്യിലെ 10 വരെ പോരാതെ വിധത്തെ നമ്മളുടെ ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങുക. അത് നമ്മളൊരു നിമിഷം ഒന്ന് കണ്ണടച്ച് ആലോചിച്ചാൽ മതി. നമ്മളുടെ മുമ്പിൽ ഈ നിമിഷം ഭഗവാൻ വന്നിട്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും എന്ന് ആലോചിച്ചാൽ നമുക്കൊരു ലിസ്റ്റ് വരുമല്ലേ നമ്മുടെ മനസ്സിൽ. നമുക്കത് വേണം, ഇത് വേണം, എല്ലാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭൗതികമായ ജീവിതത്തിൽ ആവശ്യങ്ങളുള്ളവരാണ് നമ്മൾ. ഈ ആവശ്യങ്ങളെല്ലാം ഭഗവാനോടല്ലാതെ ആരോടാലും നമ്മൾ പറയാം. അങ്ങനെ പറയാം. നമ്മൾ പറയുമ്പോൾ ഭഗവാൻ ചിരിക്കുകയായിരിക്കട്ടെ. പക്ഷേ ആ ഒരു നമസ്കാരം നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഒരു നമസ്കാരം ചെയ്തുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഭഗവാൻ നമുക്ക് പകരം എന്താണെന്ന് തരികയെന്നറിയാം. ഒരു ഭൗതിക ആവശ്യങ്ങളൊന്നുമല്ല ഭഗവാൻ നമുക്ക് തരിക. നമുക്ക് ഭഗവാൻ തരിക ഭഗവാനെ തന്നെയാണ്. ഒരു ഗുരുവായൂരപ്പനെ നമുക്ക് സ്വന്തമായിട്ട് തരുന്നതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ഏതെങ്കിലും മറ്റൊരു ഈശ്വരനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? അവനവനെ തന്നെ തരുന്നത്. ഇതിനിപ്പോൾ എന്താ ഒരു അടിസ്ഥാനം? ഇങ്ങനെ സവിത പറയാൻ എന്താണ് ഒരു അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതല്ല, ആചാര്യന്മാർ പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ എല്ലാവരും, ഞാനടക്കമുള്ള നമ്മൾ ഓരോരുത്തരും നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചിട്ടല്ലേ പ്രാർത്ഥിക്കാറ്. അല്ലാതെ നമ്മളിപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവരുടെ കൃഷ്ണ എന്ന് വിളിക്കാറില്ല. അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ എൻ്റെ മകളുടെ കൃഷ്ണ എന്നൊന്നും അല്ലല്ലോ പറയാറ്. എൻ്റെ കൃഷ്ണ എന്നാണ് നമ്മൾ വിളിക്കാറ്. അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ എന്നാണ് നമ്മൾ പറയാറ്. ആരാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു കൃഷ്ണനെ തന്നത്? ആരാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഗുരുവായൂരപ്പനെ തന്നത്? തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ തന്നെയാണെങ്കിൽ ഒരു ഭക്തൻ ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്ന സമയത്ത് ആ ഭക്തന് ഭഗവാനെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ പരം നമുക്ക് എന്താണ് ഉള്ളത്? ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലൂടെ ആചാര്യൻ അനുസരിച്ച് കേൾക്കാറുള്ളതാണ്. സ്ഥിരമായിട്ട് അദ്ദേഹം പറയാറുള്ളതാണ്. നമ്രാണാം സന്നിധത്തിൽ തുടങ്ങുന്ന 8ാമത്തെ ശ്ലോകം. ആ ശ്ലോകത്തിലൂടെ അദ്ദേഹം അനുസ്മരിക്കാറുള്ളത് ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് നമുക്കെല്ലാം ഭഗവാനെ അടക്കം നമ്മളിങ്ങനെ സ്വീകരിച്ചുകൊണ്ടായിരിക്കാം അവരവരുടെ ഗൃഹത്തിലേക്ക് അവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് തൊഴിൽ നമസ്കരിക്കണമെന്നില്ല കേട്ടോ. അവനവൻ്റെ ഗൃഹത്തിലിരുന്ന് ഭഗവാനെ നല്ലവണ്ണം നമസ്കരിച്ചത് ഭഗവാൻ നിങ്ങളോടൊപ്പം ഓരോരുത്തരോടൊപ്പം എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഭൗതികമായ ആവശ്യങ്ങളൊന്നും വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഏത് നിമിഷം വേണമെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ എന്തും സംഭവിക്കാം. മനസ്സ് വളരെ പവിത്രമാക്കി വെച്ചുകൊണ്ട് ഭഗവാനെ അനുസ്മരിക്കുക മാത്രം മതി. ബാക്കിയെല്ലാം ഭഗവാൻ നമുക്ക് തരുന്നു. ബാക്കിയെല്ലാം അദ്ദേഹം നമുക്ക് തരും. നമ്മൾ പ്രത്യേകമായിട്ട് ചില ആളുകൾ പറയുന്നത് കേട്ടോ,
നമ്മൾ ഓരോ ആവശ്യങ്ങളായിട്ടൊന്നും ഭഗവാന്റെ അടുത്ത് പറയണം. ഭഗവാൻ എല്ലാം അറിയുന്ന ആൾക്കാരല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെയാണോ ഭഗവാനോട് നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത് നമുക്ക് അങ്ങനെ സംസാരിക്കാം. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ എല്ലാം അറിയില്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ പറയാതിരിക്കാം. അതല്ല, നമുക്ക് പറയുന്നതിലാണ് നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാനോട് പറയാം. ഭഗവാൻ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഭഗവാൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താഗ്രഹം എന്ത് മണ്ടത്തരോ ആയിക്കോട്ടെ ഭഗവാന്റെ മുമ്പിൽ പോയി നമുക്ക് ധൈര്യപൂർവ്വം പറയാം. ഭഗവാനോടല്ലാണ്ട് ആരോടെ നമ്മൾ ചോദിക്കുക? ഉള്ള ഒരാളോടല്ലേ. നമുക്കൊരു 10 രൂപ കടമായിട്ട് ചോദിക്കണമെങ്കിൽ 20 രൂപ കയ്യിലുള്ള ഒരാളോട് നമുക്ക് 10 രൂപ കടമായിട്ട് ചോദിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിക്കാനുള്ള കഴിവുള്ള ഒരു ഈശ്വരനോടല്ലാതെ നമ്മൾ ആരോടാ ഇതൊക്കെ പറയാമല്ലോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ധൈര്യമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ, എന്തും പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. നാരായണീയത്തിലൂടെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. ഇന്നത്തെ ദിവസം നാരായണീയത്തിലൂടെ തന്നെ നമുക്ക് ഭഗവാനോട് ആവശ്യങ്ങളെല്ലാം നിരത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാം. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനായിരുന്നു. കൃഷ്ണനായിട്ട് വേണുഗാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിയാണ്. അപ്പോൾ കണ്ടറിയുന്നേക്കാളും കുറവായിരുന്നു കേട്ടറിയുന്നത്. അപ്പോൾ ഞാൻ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും കുറച്ച് വലിയ കൃഷ്ണനായിട്ട്, ഒരു ടീനേജൊക്കെ ആയിട്ടുള്ള കൃഷ്ണൻ. നമുക്ക് ശരിക്കും എങ്ങനെയാണ് അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഉണ്ണി കൃഷ്ണനാണെങ്കിൽ ശരിക്കും നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയ ഉണ്ണിയായിട്ടാണ് വേണുഗാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ വലിയ ഉണ്ണിയായിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടെത്തിയ വേണുഗാനം ചെയ്യുന്ന കൃഷ്ണനാണ് ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇണമാലയെക്കുറിച്ച് എനിക്കറിയില്ല, ആരെങ്കിലും പറഞ്ഞു തരണമെന്ന്. അപ്പോൾ കോഴിക്കോട് നിന്ന് പെൻസി വെച്ചിട്ട് പറഞ്ഞു തന്നത് ഇണമാല എന്ന് പറയുന്നത് കുവളമാലയാണ്. ഇണമാല എന്ന് പറയുന്നത് അത് മഹാദേവന് സമർപ്പിക്കുന്ന മാലയാണ്. വിവാഹാദി സൽക്കർമ്മങ്ങൾക്കായിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നതാണ് ഈ ഇണമാല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇണമാലയുടെ കാര്യം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം. ഇന്നലെ ഒരു ഭക്തൻ ശയനപ്രദക്ഷിണത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചോദ്യം വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഒത്തിരിക്കായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കണം. അത് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അതിനെ ഇന്ന രീതിയിൽ തരണം ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. 500-ലധികം ശയനപ്രദക്ഷിണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തുടക്ക സമയത്ത് ശയനപ്രദക്ഷിണം ചെയ്ത് തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു നല്ല ബുദ്ധിമുട്ടുകളുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞിരുന്ന ബുദ്ധിമുട്ടുകൾ എന്നിലേക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി പറയുന്നു. ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ചെയ്യുന്ന ആളുടെ കൂടെ, ആ ഭക്തൻ്റെ കൂടെ അനവധി ആളുകൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ അവരിങ്ങനെ അദ്ദേഹത്തിന് ഉരുട്ടുന്നതായിട്ട്, തൊട്ട് ഉരുട്ടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അത് നേരെയാക്കി കൊടുക്കുന്നതായിട്ട് കാണാം. പക്ഷേ ഈ ശയനപ്രദക്ഷിണം ചെയ്യാൻ വരുന്ന ആൾ കുളിച്ച് ശുദ്ധമായി വന്നിട്ട് വേണം ശയനപ്രദക്ഷിണം ചെയ്യാനെന്ന് പറയുന്നത്. ആ ശുദ്ധമായി വരുന്ന ആളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെയാണ് മറ്റൊരാളുടെ സഹായത്തോടു കൂടി അല്ലാതെ ശയനപ്രദക്ഷിണം ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞു തരാനായിട്ട് പറഞ്ഞിരുന്നത്. അത് വേറെ ഒന്നല്ല, കുളിച്ച് ഉടനെ എന്താ പറയുക, ആ ഈറനായിട്ടുള്ളതൊന്നും പിഴിയ പോലും ചെയ്യാതെ കയറി വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് നടക്കാൻ പാകത്തിന് അതൊന്ന് പിഴിഞ്ഞതുകൊണ്ട് ഒരു വിരോധമില്ലാട്ടോ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നടയിൽ വന്നതിന് ശേഷം ശയനപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരുടെ ആ എന്താ പറയുക ഉരുണ്ടിരിക്കുന്ന പ്രദക്ഷിണ വരിയിൽ നിന്ന് താഴേക്ക് പോകും. മിക്കവാറും ഉരുണ്ട് താഴേക്ക് പോകാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് പ്രദക്ഷിണ വരിയുടെ വക്ക് പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും അപ്പോൾ ആ ട്രാക്ക് മാറിപ്പോയില്ല. നിങ്ങൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പാത മാറിപ്പോവുകയില്ല. പ്രദക്ഷിണ വരിയുടെ വക്ക് അത് പിടിച്ചുകൊണ്ട് തന്നെ ഓരോ തവണ നിങ്ങൾ എന്താ പറയുക നമസ്കാരമായി കമിഴ്ന്നു പോകുമ്പോഴും ആ വക്ക് തൊട്ടുകൊണ്ടാണ് കമിഴ്ന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രദക്ഷിണ വരിയിൽ നിന്ന് താഴേക്ക് പോവുക എന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്തതായിട്ട് നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഏതൊരു വ്യക്തിക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് അത് മാറിപ്പോവാതെ ധരിക്കാൻ സാധിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡെമോ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇന്ന് വിഷ്ണു ഇല്ല, വിഷ്ണു വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് ആ ഒരു ഡെമോ തന്നെ കാണിച്ചു തരാമോ എങ്ങനെയാണ് അത് ഉടുക്കേണ്ടത് എന്നുള്ള രീതി.
അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ടെൻഷനല്ലേ എങ്ങനെയാണ് ഈ വസ്ത്രം മാറിപ്പോവാതെ എങ്ങനെയാണ് ഉരുളുക എന്നുള്ളതിന് നല്ലൊരു ടെൻഷൻ ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്നുണ്ടാവും. അത് മാറ്റാനായിട്ട് ഒരു ചെറിയ ഡെമോ കാണിച്ചു തരാട്ടോ നാളെ. ഇനി മൂന്നാമതായിട്ട്, നിങ്ങൾ എങ്ങനെയാണോ ശയനപ്രദർശനം ഉരുളുന്നത് അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്ര തന്നെ പ്രാധാന്യം ഈ അടിപ്രദർശനം വെക്കുന്ന ഭക്തകൾക്കുണ്ട്. അപ്പോൾ അവർക്കും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങളും കാണാൻ ശ്രമിക്കണം. മുന്നിൽ ഏതെങ്കിലും ഭക്ത അടിപ്രദർശനവുമായി പോകുന്നുണ്ടെങ്കിൽ അവരെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വരുന്നു എന്നറിയിക്കാൻ ജസ്റ്റ് താഴെ നിലത്ത് ഒന്ന് കൈകൊണ്ട് കൊട്ടിയാൽ അവർക്ക് ആ ശബ്ദം കേട്ട് മാറാൻ ഒരു സമയം കൊടുക്കുകയും വേണം. തൊട്ടടുത്ത് കാലിൻ്റെ തൊട്ടടുത്ത് ചെന്ന് നിങ്ങൾ അവരെ തട്ടിക്കഴിഞ്ഞാൽ അവർ പരിഭ്രമിക്കുന്നുണ്ടാകും. അപ്പോൾ അവരുടെ അടിപ്രദർശനത്തിൻ്റെ അടി മുടങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അത് തെറ്റിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഇത് രണ്ടും തുല്യമായ സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ ഒരു 2 അടി ഇട്ടുകൊണ്ട് തന്നെ നിലത്ത് കൈയടിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ അവർ മാറിത്തരും, തീർച്ചയായിട്ടും അവർ മാറിത്തരും. പതുക്കെ മാറാൻ അടിപ്രദർശനം വയ്ക്കുന്ന ഭക്തകളും ശ്രദ്ധിക്കും. പതുക്കെ മാറി വരുന്ന സമയം വരെ കാത്തു നിൽക്കാൻ ഈ ശയനപ്രദർശനം ചെയ്യുന്ന ഭക്തന്മാരും ശ്രദ്ധിക്കും. അപ്പോൾ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ശയനപ്രദർശനം ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യം ചോദിച്ച ഭക്തൻ വളരെ 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 നന്ദി. കാരണം ഈ ഒരു ടോപ്പിക്ക് കുറേ ദിവസമായിട്ട് നിങ്ങളിത് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മുണ്ട് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നാളെ വിഷ്ണു വന്നിട്ട് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സ്വയം ശയനപ്രദർശനം ചെയ്യാൻ സാധിക്കും. കഴിവതും തൊടുന്നത് ഒഴിവാക്കുക. അതുകൊണ്ടല്ലേ അവർ അപ്പം തന്നെ പോയി കുളിച്ച് ശുദ്ധമായിട്ട്, നമ്മളെല്ലാവരും കുളിച്ച് ശുദ്ധമായിട്ട് തന്നെയാണ് സ്ഥലത്തിലേക്ക് പോകുന്നത്. എന്നിട്ടും രണ്ടാമതൊരു കുളിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ശയനപ്രദർശനം ചെയ്യണത്. അപ്പോൾ അത് കുറച്ചധികം ശുദ്ധീകരണമായിട്ടായിരിക്കും. ഇത് തൊടാതെ തന്നെ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ നാളെ തന്നെ കാണിച്ചു തരാം കേട്ടോ. അടുത്തതായിട്ട് ഒരു ഭക്തൻ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾ മെയിലായിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നത് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുഴുവൻ പേരും അതിൽ വരിക, ഏത് ഐ ഡിയിലാണ് വരുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ കമൻറ്റിൻ്റെ കൂടെ നിങ്ങളുടെ പേരും കൂടെ ചേർക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഒരു സജഷനാണ് നമ്മളൊന്ന് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനാട്ടം കളി ഏതൊക്കെ ദിവസം ഏതൊക്കെ കളിയാണ് ഉള്ളതെന്ന് നമ്മൾ എല്ലാ ദിവസത്തെ അലങ്കാരം തലേ ദിവസത്തെ അലങ്കാരം പറയുന്നുണ്ടല്ലോ. അതുപോലെ ഇന്നതാണ് കൃഷ്ണനാട്ടം കളി എന്നുകൂടെ നമ്മളുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കുന്നത്. ശരിയാണ് കേട്ടോ, വളരെ നല്ലൊരു സജഷനാണ്. നാളെ തൊട്ട് എന്തായാലും തുടങ്ങാം കേട്ടോ. ഇന്ന ദിവസം ഇന്ന കളി എന്നുള്ളത് ഇന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. നാളെ തൊട്ട് എന്തായാലും അന്വേഷിച്ചിട്ട് അന്നന്ന് ഏതൊക്കെ കളിയാണെങ്കിൽ നാളെ ഇന്നതാണ് കൃഷ്ണനാട്ടം എന്ന് ഇന്നയും ഞാനൊന്ന് പറയാം കേട്ടോ. അത് നിങ്ങൾക്ക് നന്നായി ഉപകാരപ്പെടുന്നു പറഞ്ഞു. അപ്പോൾ ഈ പേര് എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണ് ഇത് സജസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ വളരെ നന്ദി കേട്ടോ. ഇങ്ങനൊരു സജഷൻ നാളെ തൊട്ട് എന്തായാലും പറയാം. അടുത്തതായിട്ട് അഞ്ജന കൃഷ്ണേന്ദു എന്നൊരു ഭക്ത രണ്ട് ദിവസം എന്നെ കാണാതെ ഒരുപാട് മിസ് ചെയ്തു. താങ്ക് യു അഞ്ജന, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിങ്ങൾ പേര് അടക്കം പറഞ്ഞിട്ട് വളരെ സന്തോഷം, വളരെ 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 സന്തോഷം. അപ്പോൾ ഇനിയും കൂടുതൽ മിസ് ചെയ്യാൻ ചാൻസ് തരില്ല. ഞാൻ ഇന്നും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു വിചാരിക്കുന്നു. അടുത്ത ശരി. അടുത്തതായി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ രാമകൃഷ്ണൻ സാറും പറഞ്ഞിട്ടുണ്ട് ആന എന്നൊരു പേരിടുന്ന ചടങ്ങ് എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ട്. ഓരോ ആനകളും ഡ്രസ്സ് തന്നെയാണ് കൊല്ലയിലേക്ക് നിരയിലേക്ക് ആനയിൽ ഒരാൾ ഇൻട്രസ്റ്റനാണ്. അതുപോലെ കേശവൻ പത്മനാഭൻ അങ്ങനെ ഒരുപാട് പേരിലുള്ള ആനകൾ. ഈ പേരിടൽ ചടങ്ങ് എങ്ങനെയാണ്? ആനയെ നടയിരുത്തുന്ന സമയത്താണ് മേൽശാന്തി ആനയുടെ ശരിയിൽ ആനയുടെ പേര് വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഓരോ ആനകളും തീരുമാനിക്കുന്നത് ആനയുടെ പേര് എന്ന് അറിയപ്പെടുന്നത്. ആനയെ നടയിരുത്തൽ ചടങ്ങ് നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു തവണ വന്നിരുന്നു കേട്ടോ. നമ്മുടെ ഒരു രാവിലത്തെ ശിവേലിയുടെ വീഡിയോയിൽ ആനയെ നടയിരുത്തുന്നത് ശരിക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ശിവേലി മുടങ്ങാതെ കാണും. ഏതെങ്കിലും ദിവസം ഇപ്പോൾ പ്രതീകാത്മകമാക്കിയിട്ടുണ്ട് കേട്ടോ. ആനയെ നടയിരുത്തൽ പ്രതീകാത്മക ആനയെ നടയിരുത്തലാണ്. എന്താണ് പ്രതീകാത്മക ആനയെ നടയിരുത്തൽ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഏതെങ്കിലും ഒരു ആനയെ ദേവസ്വത്തിലേക്ക് ഒരു നിശ്ചിത എമൗണ്ട് അടച്ചതിന് ശേഷം ആ ആനയെ നമ്മളുടേതാക്കി ഗുരുവായൂരപ്പന് സമർപ്പിക്കും. അതായത് പുതിയതായിട്ട് ഒരു ആനയെ ലഭിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിന് എന്തൊക്കെയോ ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്.
ആനയെ ലഭിക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി വഴിപാടായിട്ട് നമ്മൾ ഗുരുവായൂരപ്പന് ആനയെ കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു വെച്ചാൽ ഇങ്ങനൊരു ഓപ്ഷനുണ്ട്. ഗുരുവായൂരപ്പൻ്റെ തന്നെ ഒരു ആനയെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നടയിരുത്തുന്നു. അപ്പോൾ പേരൊന്നും മാറ്റില്ല, ഉണ്ടായിരുന്ന ആനയെ തന്നെ നടയിരുത്തുന്നു. അപ്പോൾ അതിന് നിശ്ചിതമായ ഒരു എമൗണ്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനൊരു ഓപ്ഷനാണ് ഇപ്പോൾ അധികവും നടന്നു വരുന്നത്. അങ്ങനെയാണ് ദീപാത്മക ആനയെ നടയിരുന്നത്. അടുത്തത് നമ്മുടെ ശൈലമ്മ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരിൻ്റെ ഗുരുവും വായുവും ചേർന്ന പ്രതിഷ്ഠ നടത്തുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ശൈലമ്മയുടെ നാട്ടിൽ പല ആളുകൾക്കും അത് അറിയില്ല. ഗുരുവായൂരിനെ ചരിത്രം പറയുമ്പോൾ അങ്ങനെ അറിയില്ല. അപ്പോൾ വിശദമായിട്ടൊന്നും കൂടെ കേട്ടാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നിട്ടാണ് ഇവിടെ ഗുരുവായൂരിൽ ഭഗവാന്റെ ഇന്നത്തെ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. പാതാള അഞ്ജനശിലയിലാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. അത് ആര് നിർമ്മിച്ചു എന്നോ എത്ര കാലം പഴക്കമുണ്ടെന്നോ ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. അത്ര അധികം കാലം പഴക്കമുള്ള ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് ഈ വിഗ്രഹം. വളരെ പവിത്രമാണ് ഈ വിഗ്രഹം. അപ്പോൾ ഈ വിഗ്രഹം ദ്വാരകയിൽ ഉണ്ടായിരുന്ന വിഗ്രഹമായിരുന്നു. ദേവകി വസുദേവന്മാരെ വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു. അപ്പോൾ അത് ദ്വാരകയെല്ലാം മുങ്ങി വെള്ളത്തിനടിയിലായി പ്രളയം വന്ന ആ സമയത്ത് ഈ ഒരു വിഗ്രഹം മാത്രം ഭൂമിയിൽ പൊങ്ങിക്കിടന്നത് ആയിട്ടുണ്ടായിരുന്നു. ഈ വിഗ്രഹം ഒഴുകി നടക്കുന്ന ഈ വിഗ്രഹം ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്താനായിട്ട് സ്വയം സ്വീകരിക്കുകയും പ്രളയത്തിന് ശേഷം എവിടെയാണ് ഇത് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവിടെ ഈ ഗുരുവായൂരിൽ ഇപ്പോൾ ഭഗവാന്റെ ഈ അമ്പലം നിൽക്കുന്ന ഈ ഭാഗങ്ങളിൽ ഇവിടെയാണ് അവർക്ക് അത് പ്രതിഷ്ഠിക്കാൻ സാധിക്കുന്ന ഒരു നല്ല പ്രദേശമായിട്ട് തോന്നിയതെന്നും അവരിവിടെ വന്നപ്പോൾ ഇവിടെ മമ്മൂരപ്പൻ, അതായത് നമ്മുടെ മഹാദേവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം ഇവിടെ നിന്ന് വടക്കോട്ട് മാറിയിരിക്കുകയും ആ സ്ഥലം ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ഇവിടെ ഗുരുവായൂരത്തിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായത് എന്നുമാണ് കഥ. അങ്ങനെയാണ് ഗുരുവായൂർ എന്ന പേര്, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ഗുരുവായൂർ എന്ന പേര് വന്നത്. ഗുരുവും വായു എന്ന് പറഞ്ഞാൽ ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി, അദ്ദേഹവും വായുദേവനും കൂടിയിട്ടാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയുന്നത്. ഈ ഗുരുവായൂരപ്പൻ എന്ന പേര് നൽകിയത് പക്ഷേ മേൽപ്പോത്തൂരാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 400 വർഷമേ ആയിട്ടുള്ളൂ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. 400-ലധികം വർഷമേ ആയിട്ടുള്ളൂ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ 5000 വർഷത്തോളമായി ഇവിടെ പ്രതിഷ്ഠകൾ നടത്തിയിട്ട് എന്നും പറയുന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ കൃഷ്ണ എന്ന് തന്നെയായിരിക്കും ഭഗവാനെ എല്ലാവരും അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നാരായണ എന്നും മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഈ ഒരു പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ നാരായണ എന്നും കൃഷ്ണ എന്നൊക്കെ ആയിരിക്കും അതിന് മുമ്പ് ഭഗവാനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ അടുത്താണ് ഗുരുവായൂരപ്പ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നാണ് കഥ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ ശൈലമ്മ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ ചോദ്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമായിരുന്നു. ഉള്ള ചോദ്യങ്ങൾ ഞാനിങ്ങനെ നീട്ടി പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരുപാട് സമയമായി. അപ്പം ഉച്ചപൂജ തുടങ്ങും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി കാണാനുണ്ട് ഗുരുവായൂരപ്പനെ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ നാളെ പറയുന്നില്ല. എല്ലാവരുടെയും പേരെനിക്ക് ഓർമ്മയുണ്ട്, ചോദ്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. നാളെ എന്തായാലും പറയാം കേട്ടോ. എല്ലാവരുടെയും ചോദ്യം നാളെയും തുടർന്നും കാണണം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. എല്ലാവരും ഉച്ചപൂജ കണ്ടുപോകൂ. Gracias,
वीरवगत् रोजनां रुक्मिपौत्रीं तत्रोद्वागे गतस्त्वं निवति मुसलिना रुक्म्यपि द्यूतवैरा चित्रलेख तस्य सखी विलिखति तरुणानशेष तत्रानिरुद्धमुषया विदितं निशाय आनेष्टयोगबलतो भवतो निकेताल् पुरीपालशैलप्रियदुहितनाथोऽस्य भगवान् समं भूतव्रातैः यदुबलमशङ्कं विरुधे मुखप्राणो बाणो झटिति विधानेन युधे मुखप्रद्युम्नेन तमपि पुरहन्त्रा जगटिषे
കീർത്തിയുടെ അമ്മേശനല്ലേ? കീർത്തിയുടെ അമ്മേശനല്ലേ? Terima kasih.